ഹായ് ഫ്രണ്ട്സ്, സ്റ്റോൺ പേപ്പർ സിസേഴ്സ് കുക്കിങ്ങിൻ്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ചോക്ലേറ്റ് കേക്കാണ് ഉണ്ടാക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു കേക്കാണ്. ഇതെങ്ങനെയാണെന്ന് നോക്കാം. ഇതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ്: 1 കപ്പ് മൈദ, 1/2 കപ്പ് ഇളം ചൂടുവെള്ളം, ഒരു 7 കാഷ്യൂസ് ഇതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തത്, 1/2 കപ്പ് മിൽക്ക് മെയ്ഡ്, 1/4 കപ്പ് പഞ്ചസാര, 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 കപ്പ് ഓയിൽ. ആദ്യം ഒരു ബൗളിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇടാം. ഇനി അതിലേക്ക് 1/2 കപ്പ് ഓയിൽ ചേർക്കണം, 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക്, 1/2 കപ്പ് ലൈറ്റ് ചൂടുവെള്ളം. ഇനി ഒന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കണം. മിക്സിയിലൊന്ന് അടിച്ചെടുത്താലും മതി, ഒരു 2 മിനിറ്റ് മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്താലും മതി. ഇവിടെ ഞാൻ വിസ്ക് വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യണുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 1 കപ്പ് മൈദ, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത് എല്ലാം കൂടി നന്നായിട്ട് അരിച്ചിട്ട് വേണം അതിലേക്ക് ആഡ് ചെയ്യാൻ. എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. സെയിം ഡയറക്ഷനിൽ തന്നെ ഫോൾഡ് ചെയ്യാൻ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് കാഷ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതൊരു 7 കാഷ്യൂസ് ചെറുതാക്കി അരിഞ്ഞതാണ്. ഇനി അതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഈ ബാറ്റർ ഇനി നമുക്കൊരു കേക്ക് മോൾഡിൽ കുഴിക്കാം. ഈ പ്ലേറ്റിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പോണത്. ഇതിൽ കുറച്ച് ഓയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഈ കേക്ക് ബാറ്ററിനി നമുക്ക് ഈ പ്ലേറ്റിൽ കുഴിച്ചു കൊടുക്കാം. ഇങ്ങനത്തെ ഒരു നോൺ സ്റ്റിക്ക് പാത്രത്തിലാണ് ഞാൻ കേക്ക് ഉണ്ടാക്കാൻ പോണത്. അതിൻ്റെ ലിഡിലുള്ള ഈ ഹോള് ഒരു പേപ്പർ വെച്ചിട്ട് കവർ ചെയ്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് ഈ പാത്രം ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ഇനി അതിലേക്ക് ഇതേപോലത്തെ ഒരു തട്ട് വെച്ചതിന് ശേഷമാണ് ഞാൻ കേക്ക് ബാറ്റർ ഇറക്കി വെക്കുന്നത്. ഇനി ഇതൊരു ലോ ഫ്ലെയിമിൽ 40 മിനിറ്റ് അടച്ചു വെക്കണം. ഇപ്പോൾ ഒരു 40 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ആയോ നോക്കാം. കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കാം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഫീഡ്ബാക്ക്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.